എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ന്യൂ ഇയർ ഒക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടുക്കാച്ചി ഐറ്റമായിട്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന ആളെവിടെ? വാ വാ. നമ്മുടെ സ്വന്തം ദേവിയാണെന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റൂ? പറ്റും. 2 സെക്കൻഡ് സമയം തരാം. ഓക്കെ, നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എന്ത് ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ കൊറിയൻ സ്പൈസി നൂഡിൽസ് ചലഞ്ച്. ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഡേ ഈ ഒരു സാധനം എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. നീ കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്നൊരു സ്പൈസി നൂഡിൽസ് ചലഞ്ച് ചെയ്യാമെന്ന്. ഇതെങ്ങനെയായിരിക്കുമെന്നോ ഇതിൽ എത്ര എരിവുണ്ടെന്നോ ഒന്നും ഒരു പിടുത്തവും ഇല്ല. എന്നാലും സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് എന്തായാലും ഇത് വെച്ച് ചലഞ്ച് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊറിയൻ സ്പൈസി നൂഡിൽസ് ചലഞ്ചാണ്. എല്ലാവർക്കും വീഡിയോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. 2025 ആദ്യത്തെ വീഡിയോയും ഞാൻ കുറെ നാൾക്ക് ശേഷം വന്ന വീഡിയോ. അതെ, വന്നിട്ട് കുറെ നാളായി. അതെ അതെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് എനിക്കൊന്ന് രക്ഷപ്പെടാം. ഞാൻ യൂട്യൂബ് ചാനൽ സക്സസ് ആയിട്ട് വേണം അവളെ ജീവിതം ഒന്ന് പച്ച പിടിപ്പിക്കണം എന്നാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സക്സസ് ആവട്ടെ. അപ്പൊ നമുക്ക് എല്ലാരും പച്ച പിടിപ്പിക്കാം. ഹാപ്പി ന്യൂ ഇയർ. നാളെ ഹാപ്പി ന്യൂ ഇയർ ആകണ്ടേ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അല്ല, സ്വാഗതം. പിന്നൊരു കാര്യം ഗൈസ്, ഈ എരിവ് കഴിച്ച് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ ഒരു വഴിയാവും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മധുരം വേണമല്ലോ, അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ മറന്നുപോയി. ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയുള്ള ഒരു പരിഹാരമായി ഐസ്ക്രീമോ ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല മധുരമുള്ള തണുത്ത സാധനം വാങ്ങാൻ പോവാണ്. നമ്മളിപ്പോൾ പോയി വാങ്ങിയിട്ട് വരും. അത് കഴിഞ്ഞാണ് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത്. പട്ടിപ്പണിയും വന്നിട്ട് കുറേ നേരം ആയി. അപ്പം നമ്മൾ ചോദിച്ചാൽ എന്തായാലും അതില്ലെങ്കിൽ പറ്റത്തില്ല. നന്നായിട്ട് ഇരിക്കുവാണെങ്കിൽ അത് കഴിച്ചേ പറ്റൂ. അപ്പം അതും കൂടെ വാങ്ങി ഒന്ന് സെറ്റ് ചെയ്ത് വച്ചിട്ട് നമുക്ക് ചലഞ്ചിലോട്ട് കടക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ദേവി ഇപ്പം പോയി സാധനം വാങ്ങിയിട്ട് വരും. ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. നടി ദേവി ഇതാ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. ടാറ്റാ ബൈ. ഇതാ അങ്ങനെ ദേവി സാധനങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അകത്ത്? കാണിക്കൂ. ഫ്രൂട്ടി, 2 ഫ്രൂട്ടി, 2 ചോക്കോബാർ. ഓക്കെ ഗായ്സ്, അപ്പോൾ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 600 മില്ലി വാട്ടറാണ് അവരതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ അത്ര അളവിൽ ഏകദേശം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നൂഡിൽസ് പൊട്ടിച്ചു. അത്യാവശ്യം വലിയ സൈസായിരുന്നു ഇതിന്. പിന്നെ അതിൻ്റെ കൂടെ സോസും അതുപോലെ ഫ്ലേക്സും ഉണ്ടായിരുന്നു. ചില്ലി ഫ്ലേക്സ് അല്ല, വേറെ ഏതോ ഫ്ലേക്സാണ്. അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലോട്ട് നൂഡിൽസ് ഇട്ട് കൊടുത്തു. 5 മിനിറ്റ്സ് കുക്ക് ചെയ്യണമെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. നമുക്ക് എന്നാലും ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഇത് ചെയ്ത് നോക്കാവേ. ഗായ്സ്, നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ട്രയൽ നോക്കാൻ വേണ്ടി ഒരു പാക്കറ്റേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. കുറച്ച് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എരിവ് എങ്ങനെയെന്ന് അറിയത്തില്ലല്ലോ. പക്ഷെ ഒരു സംഭവം, ഇതിൻ്റെ ഈ കവറില്ലേ, നമ്മളിത് ഇങ്ങനെ ആകുമ്പോൾ ആവരിക്കും. നല്ല എരിവുണ്ട്. ഇതിന്റെ അവര് അകത്ത് മാത്രമല്ല പുറത്ത് ഒരു സോസ് ഒഴിച്ചിട്ട് തേച്ചിട്ട് കേട്ടോ. പുറത്ത് എരിവുണ്ട്, നല്ല എരിവുണ്ട്. നമുക്ക് എന്തായാലും ഇത് എങ്ങനെ എന്തായി തീരുമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടായി ഗൈസ്. അതായത് ഗ്യാസ് തീർന്നു. അതുകൊണ്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ വെച്ചാണ് ബാക്കി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അത് കാണിച്ചു തരാം. ബാക്കി കുക്കിംഗ് നടന്നത് ഇൻഡക്ഷൻ കുക്കറിലാണ്. അങ്ങനെ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുത്തു. ഒരു 6-7 മിനിറ്റ് നമ്മൾ വേവിച്ചായിരുന്നു. വെന്ത് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം വലിയ സൈസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി കഴിക്കുന്ന നൂഡിൽസിനെക്കാട്ടി വലിയ സൈസാണ്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്. അങ്ങനെ നമ്മൾ അതിലോട്ട് സോസ് ഒഴിക്കാൻ വേണ്ടി പോവാണേ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതിൻ്റെ കവറിൻ്റെ പുറത്തും നല്ല എരിവുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലോട്ട് സോസ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെ സോസ് ഒഴിച്ചു കൊടുത്തു. ഇതിനൊരു പെഡിഗ്രീയുടെ മണമാണ് തോന്നിയതെന്നാണ് ദേവി പറഞ്ഞത്. അവൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ കണ്ടിട്ട് നമുക്ക് ഇറാനിയിലൊക്കെ ഈ മന്തിയുടെ കൂടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഒരു സോസ് ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് തോന്നി. എന്തായാലും മുഴുവനും ഞാൻ അതിലോട്ടിങ്ങനെ
പിഴിഞ്ഞൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിലോട്ട് ആ ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ചില്ലി ഫ്ലേക്സ് എന്നാണ്, പക്ഷേ അതല്ല, ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്. അങ്ങനെ ഇത് രണ്ടും കൂടെ നന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം ഈ സോസും ഈ ഫ്ലേക്സും നമ്മുടെ നൂഡിൽസിൽ നല്ല രീതിക്കൊന്ന് പിടിക്കണം. അത് ആ ഒരു പരുവത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളിത് കഴിക്കാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ ദേവിയും കൂടെ. നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്, 3 മിനിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. ആരാണ് ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്നത് നോക്കാം. തുടങ്ങിയില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇരുപത് ഞാനൊന്ന് ഇങ്ങനെ കുഴച്ചൊന്ന് മറച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, എരിവുണ്ട് ഗൈസ്. ഇത് 2x അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല എരിവുണ്ട്. നമ്മളെ കൊണ്ട് പറ്റണില്ല, കൊണ്ട് പറ്റുമായിരിക്കും. എരിവുണ്ട്. ഓ ഓ ഓ അത് കഴിഞ്ഞ് നേരെ ബാത്റൂമിലേക്കാണ് ഗൈസ്. തീർന്നു. ഗൈസ്, ഞാൻ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് എത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റുമോ നോക്കാം. കമ്പിയുടെ കയറി. ഗൈസ്, 1 മിനിറ്റ് 48 സെക്കൻഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ജയിച്ചു. ഒന്നുണ്ടാ അരിഞ്ഞ് കമ്പിയുടെ ഇടയിൽ അതായത് അത്യാവശ്യം ശരിയുണ്ട് ഗായ്സ്. 2x ആയതുകൊണ്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റും. ഭയങ്കര മാരക എരിവല്ല, പക്ഷെ അത്യാവശ്യം നല്ല എരിവുണ്ട്. മാംഗോ ബാർ കുടിക്കാം. നാക്കൊക്കെ വേറെ എവിടെ എരിയാണ്, നാക്കാണ്. നാവ് തൊണ്ടയിലങ്ങോട്ട് ഇളക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, നാക്ക്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരെണ്ണമല്ലേ വാങ്ങിയുള്ളൂ, ക്വാണ്ടിറ്റി കുറവാണ് നമുക്കിങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റിയത്. അത്യാവശ്യം നല്ല എരിവുണ്ട് ഗൈസ്, സഹിക്കാം, പക്ഷെ നല്ല എരിവുണ്ട്. അപ്പൊ നമ്മളിത് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഐസ്ക്രീമും മാംഗോ ബാർ കുടിച്ചപ്പോൾ നമുക്ക് പണിയായി ഗൈസ്. എനിക്ക് തോന്നുന്നത് കഴിച്ചതായി മധുരവും കഴിച്ചതിന് ശേഷം എൻ്റെ കുറെ കൂടുതൽ എഫക്റ്റ് കിട്ടിയത് കേട്ടോ. നല്ല ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഒടിച്ച് തീർന്ന ശേഷം അത് എനിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ ബാക്കിയായിരുന്നു ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞൊരു സാധനം. അത് നിറക്കമുണ്ട്. കാന്താരി മുളകൊക്കെ കഴിക്കൂലേ, അങ്ങനെ ഒരു നിറക്കം. നമ്മളിത് നിർത്തുമ്പോൾ വീണ്ടും ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ?
ഇത് കഴിക്കുമ്പോൾ പ്രശ്നമില്ല, നമ്മൾ നിർത്തി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എവിടെ നിന്ന് എരിവ് ഇങ്ങനെ കയറി വരും. ഇത് നിർത്തുമ്പോൾ പ്രശ്നമേ ഉള്ളൂ. ഇവിടെയാണ് ഇതിന്റെ പണി ഇരിക്കുന്നത്. കഴിക്കുമ്പോഴും ഇത്രയും ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ഈ മധുരം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇരുപതാ ബാക്കിയത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ടി ഇപ്പൊ തീരും ഗൈസ്. ഷിടെ ഇത് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത പോലെ അല്ല, നിർത്തുമ്പോ പണിയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ബാക്കി അതിങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്തോ കുഴപ്പമില്ല. കൊറേ നേരം കഴിഞ്ഞ് മാങ്ങ തിന്നുമ്പോഴത്തേക്ക് കറ പറ്റില്ലേ? നമ്മളെ ഈ അന്തരംഗത്തിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ കയറി കയറി വായിൽ രണ്ട് സൈഡിലും നാക്കിന്റെ സൈഡിലും കൂടി ഇങ്ങനെ വരെയാണ് നിർത്തുമ്പോ. എന്താവും നോക്കാം ഗായ്സ്. അങ്ങനെ നമ്മുടെ സ്പൈസി കൊറിയൻ നൂഡിൽസ് ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്, ഇത് കഴിച്ച സമയത്ത് എനിക്ക് എരിവ് തോന്നി. ഇത് 2Xൻ്റെതാണ്. എനിക്ക് എരിവ് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് ആ ഫീലിങ്സ് അങ്ങ് മാറി. അതിനുശേഷം നമ്മൾ ഈ മധുരം കഴിച്ചപ്പോഴാണ്, അതായത് മാംഗോ ബാറും ഈ ഫ്രൂട്ടിയും കുടിച്ചപ്പോഴാണ് അതിൻ്റെ ആക്ച്വലി യഥാർത്ഥ എരിവ് നമുക്ക് കിട്ടിയത്. അതായത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും വലിയ എരിവ് ഫീൽ ചെയ്തില്ല. നമ്മളിത് മാംഗോ ബാറൊക്കെ കഴിച്ചിട്ട് നിർത്തുമ്പോൾ വീണ്ടും ഇങ്ങനെ വായിന്നൊരു എരിവ് ഇങ്ങനെ എരിഞ്ഞ് കയറുമായിരുന്നു. ഇപ്പം ഓക്കെ ആയി, കുഴപ്പമില്ല. നിനക്ക് എന്താണ് തോന്നിയത്? കഴിച്ചപ്പം ചെറിയ എരിവ് ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. കഴിച്ചോണ്ടിരിക്കുമ്പോ എരിവില്ല, കഴിച്ചു നിർത്തുമ്പോഴാണ് എരിവ് വരുന്നതല്ലേ. എനിക്ക് കഴിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് എരിവ് തോന്നി, നല്ല എരിവ് തോന്നി. പക്ഷെ ഇത് ലാസ്റ്റ് മധുരം കഴിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എരിവ് ഇങ്ങനെ പുറത്ത് വന്നത്. എന്നിട്ട് കഴിച്ച് തീർന്ന് നമ്മൾ എരി ഇങ്ങനെ എരിഞ്ഞോണ്ടിരുന്നപ്പോൾ എരിവ് ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ഇങ്ങോട്ടൊന്നും എരിയില്ല. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ എരിയാണ്, പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും എരിയല്ല. നാക്ക് നല്ലത് ഇവിടെ ഒരു സാധനം ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നത് പോലെ എനിക്ക് തോന്നി. നാക്കും ചുണ്ടിന്റെ ഈ ഒരു ചുണ്ട് അധികം ഇല്ലായിരുന്നു, നാക്ക് മാത്രം. പിന്നെ നമ്മളങ്ങോട്ട് മധുരം കഴിച്ചു തുടങ്ങിയ ശേഷം കുത്തി 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 അത് നിർത്തും തോറും നമുക്ക് ആ എരിവ് കിട്ടിക്കൊണ്ടിരിക്കും, ചുണ്ടും നാക്കും. പിന്നെ എരിവ് ചെറുതായിട്ട് ഡൗൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാങ്ങ കഴിച്ചിട്ടുള്ള കറ കൊണ്ട് പൊള്ളൂല്ലേ, ആ ഒരു കുത്തല്. എനിക്ക് അങ്ങനെ പൊളിക്കുന്നത് അറിയില്ല. ചുണ്ടൊക്കെ ഇപ്പോഴും ആ ചെറിയൊരു നീറലുണ്ട് കേട്ടോ. എരി ഓക്കെ ആണെങ്കിലും അത്ര എരി പറ്റൂല. ഇപ്പം നിലവിൽ പ്രശ്നമില്ല, ഓക്കെയാണ്. പിന്നെ നമുക്ക് പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്, അതായത് നമ്മളിത് കഴിച്ച് കഴിഞ്ഞിട്ട് എത്ര നേരം വെള്ളം കുടിക്കാതെ ഹോൾഡ് ചെയ്യും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്തത് ആരാണ് ഫസ്റ്റ് കഴിച്ച് കഴിയുന്നത് എന്നാണ് നോക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ ജയിച്ചത് ആരാണടാ? അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ച അങ്ങനെയായിരുന്നു. സില്ലികൾ ഇവിടെ തോറ്റു. അല്ല, ഞാൻ വിചാരിച്ച അങ്ങനെയാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നം വന്നതുകൊണ്ടാണ് ഇവള് വിചാരിച്ചത് അത് കഴിഞ്ഞിട്ടായിരിക്കുമെന്ന്. ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ആര് കഴിക്കുന്നു എന്നുള്ളതാണെന്ന്. അപ്പൊ എന്തായാലും ഫസ്റ്റ് കഴിച്ചത് ഞാനാണ്. എങ്കിലും നമ്മൾ ടൈമറൊക്കെ വെച്ചു വെക്കുന്നുണ്ട്. നമുക്ക് കിടുക്കാച്ചിയായിട്ട് ഇതിന്റെ വേറെ നമുക്ക് ചെയ്യാം ഉണ്ട്. ഇപ്പൊ തോറ്റ ദേവിക്ക് പണിഷ്മെന്റ് ഉണ്ട് ഗായ്സ്. ഡാഡു നീ പറ, പണിഷ്മെന്റ് വേണോ? വേണോന്ന് പറ. യെസ്, ഒരു വലിയ പണിഷ്മെന്റ് വേണമെന്നാണ്, ഒരു വലിയ പണിഷ്മെന്റ് ഉണ്ടെന്നാണ് അവൻ അലറി വിളിച്ച് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഈ എരിഞ്ഞിരിക്കുന്ന സമയത്ത് ടങ് ട്വിസ്റ്റർ, ഒരു ടങ് ട്വിസ്റ്റർ കൊടുക്കാം. എനിക്ക് പണിയാച്ചു. കുന്തി ദേവിയെ പിടിച്ചാലോ? ഓക്കെ, അപ്പൊ നമുക്ക് കുന്തി ദേവിയുടെ ടങ് ട്വിസ്റ്റർ പറയാം. ഇവിടെ ഒരു 3 വട്ടം സ്പീഡിൽ പറയട്ടെ. ഓക്കെ, അതായത് അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ കിണ്ടികളിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അതാണ് നമ്മുടെ പരിപാടി. പറഞ്ഞോ. 3 ടൈംസ് സ്പീഡ് പറയണം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിവാൻ പോയപ്പോ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു.
അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിവാൻ പോയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിവാൻ പോയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഓക്കെ, അപ്പം നമ്മുടെ കുന്തിദേവിയുടെ കിണ്ടി വിജയകരമായി ഉരുണ്ട് കുണ്ടിൽ വീണു. അവളും പറഞ്ഞു, റെഡിയായി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു സൂപ്പർ വീഡിയോ നമുക്ക് വീണ്ടും വരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുവരെ ഓക്കെ, ബൈ.